ശ്രീലക്ഷ്മി മാം ആണ്. എല്ലാവർക്കും സൈലം ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡില് എക്സാമിന് എന്തെല്ലാം രീതിയിലാണ് ചോദിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക അല്ലെ. അതിൽ 5 പ്രവർത്തനങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. ആ ഓരോരോ പ്രവർത്തനങ്ങളില് എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഓരോരോ ആക്ടിവിറ്റിയിലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ മലയാളം സെക്കൻഡില് നമുക്ക് ഫുൾ മാർക്കും വാങ്ങാം. അതിൽ ഒരു സംശയം വേണ്ട, ഒരു ടെൻഷനും വേണ്ട. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപന്യാസം എഴുതാനുണ്ടാവും അല്ലെ, അതേപോലെ തന്നെ കുറിപ്പ് എഴുതാനുണ്ടാവും, കോൺവെർസേഷൻ എഴുതാനുണ്ടാവും. അതിൽ ഏതെല്ലാമാണോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പ്രവർത്തനം നമ്മൾ എടുത്തത് കഥ കവിത വിശകലനമാണ്. നമുക്കറിയാം, നിങ്ങൾ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരുപാട് കവിത തന്നിട്ടുണ്ടാവും, അതിനെ വിശകലനം ചെയ്യാൻ പറയും അല്ലെ, കഥ തന്നിട്ടുണ്ടാവും. സോ ഇവിടെ എന്താണ്, കഥ കവിത എന്നിവ വായിച്ച ആസ്വദിക്കുകയും യുക്തിപൂർവം വിശകലനവും ചെയ്യുന്നു. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ എന്താണോ തന്നത് അത് നന്നായിട്ട് മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, 1 2 തവണ വായിക്കുക. അതിലുള്ള സാരാംശം, അതിലുള്ള ടോപ്പിക് പോയിന്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു കവിത തരും. കവിത തന്നതിന് ശേഷം ഓപ്ഷൻ എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യം എന്താണ്, ഈ കവിതയുമായിട്ട് റിലേറ്റഡ് ആണല്ലേ. ടെക്സ്റ്റ് ബുക്കിലുള്ള കവിത ആയിരിക്കില്ല, പുറത്തുള്ള കവിത ആയിരിക്കും. പക്ഷെ ആ കവിത നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഇവിടെ ഒരേ ഒരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നന്നായിട്ട് തന്നിരിക്കുന്ന ആ പ്രവർത്തനം വായിച്ച് മനസ്സിലാക്കുക. ആ വായനയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിത്രം വിശകലനം ചെയ്യുക. രണ്ടും വിശകലനം ചെയ്യാൻ തന്നെയാണ്, എന്നാൽ ഒന്ന് കവിതയോ കഥയോ ആയിരിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പിക്ചർ തരും. ഓക്കെ, ഒന്നെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു പിക്ചറോ, അല്ലെങ്കിൽ മഹത്തായ ഒരു വ്യക്തിയുടെ പിക്ചറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ പിക്ചറോ തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വിശകലനം ചെയ്യണം. എന്താണ്, ഒരു വ്യക്തിയുടെ, സ്ഥലത്തിന്റെ, സംഭവത്തിന്റെ രൂപഭാവങ്ങളും സവിശേഷതകളും വായനക്കാരന് ചിത്രത്തിൽ കാണുന്നത് പോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിധം വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നു. ഓക്കെ, ആ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതിൽ എന്തൊക്കെയാണോ പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നു അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വിശകലന കുറിപ്പിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലെ, ആ പിക്ചറിൽ ആരാണെന്നും എന്താണെന്നും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ സാധിക്കും, കുറെ എഴുതാൻ സാധിക്കും. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്താണ്, തന്നിട്ടുള്ള ചിത്രത്തെയും സൂചകങ്ങളെയും സമഗ്രമായി ഉൾക്കൊള്ളിക്കണം. നമ്മൾ എഴുതുന്ന ആ പാരഗ്രാഫിന്റെ അകത്ത് അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ്, നീറ്റായിട്ട് നല്ല വൃത്തിയില, നല്ല എന്താ പറയാ, കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഇനി എന്താണ്, സവിശേഷ ഭാവങ്ങളെ വ്യക്തമാക്കുന്ന വിവരണം നൽകണം, അനുയോജ്യമായ ഭാഷ സ്വീകരിക്കണം, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റ് ഇല്ലാതെ എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, മലയാളം നമ്മുടെ മാതൃഭാഷയാണല്ലേ. അതിനെന്താണ്, വാക്യഘടനയും ചിഹ്നത്തിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഒരുപാടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ശ്രദ്ധിച്ച നല്ല ഭംഗിയിൽ നീറ്റായിട്ട് അക്ഷരത്തെറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലുള്ള പോയിന്റ്സ്, നമുക്ക് ആ പിക്ചറിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ ആ എഴുതിയ പാരഗ്രാഫ് വായിച്ചാൽ അത് കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം, ഇന്ന കാര്യങ്ങളാണ് ആ പിക്ചറിൽ തന്നിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നല്ല വൃത്തിയില, നല്ല സ്ഫുടമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതേപോലത്തെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനും ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമ്മുടെ 3ാമത്തെ പ്രവർത്തനമാണ് ആസ്വാദന കുറിപ്പ് എഴുതണം. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഏത് വേണമെങ്കിലും ചോദിക്കും അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തരാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു സന്ദർഭം തരാം, എന്തു വേണമെങ്കിലും തരാം.
ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് തരാം. അത് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ വർഷം മാത്രമല്ല, ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ എന്താണ്, കവിതയിലെ ആശയം, പ്രയോഗ ഭംഗി, പദചേർച്ച എന്നിവ സ്വന്തം കാഴ്ചപ്പാടിലൂടെ ആസ്വാദന തലങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. സോ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, കിട്ടിയ കവിത നന്നായിട്ട് 1, 2, 3 തവണ വായിക്കുക. അത് എന്തുകൊണ്ടാണ് 3 തവണ വായിക്കാൻ പറയുന്നത്? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന സമയത്ത് ആ ഓരോരോ വാക്കും നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്ക് അതിന്റെ ഒരു പിക്ചറൈസേഷൻ വരും. നിങ്ങൾ വായിക്കുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊന്ന് എന്താ പറയാ, ചിത്രങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒന്ന് പിക്ചറൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ലഭിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് പോയിന്റ്സ് എഴുതാനും സാധിക്കും. അവിടെ നിങ്ങൾ എന്താണ് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വ്യക്തമാക്കണം. ആ കവിതയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്കും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നല്ല വൃത്തിയില് നല്ല വിശകലനം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും നിങ്ങൾ എഴുതുക. ഇനി അടുത്ത എന്താണ്, സ്വന്തം നിരീക്ഷണം ഉൾപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും, വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞ ആസ്വാദന കുറിപ്പില് നമ്മൾ ഉൾക്കൊള്ളിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനുയോജ്യമായ ഭാഷ, പ്രയോഗങ്ങൾ, പദചേർച്ച ഉപയോഗിക്കണം. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റ് ഇല്ലാതെ എഴുതണം. നിങ്ങൾ നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അക്ഷരത്തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. സോ നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. വരാൻ പോകുന്ന എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള ഒരുപാട് പോയിന്റുകൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ഒന്നും നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? താരതമ്യ കുറിപ്പ്. താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പയർ ചെയ്യാണല്ലേ. നമ്മൾ 2 വസ്തുക്കൾ എടുത്തിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, രചനകളിലെ ആശയങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ, മറ്റു രചനാ തന്ത്രങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് താരതമ്യം ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഐഡിയകളൊക്കെ നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, ആലോചിച്ചെടുക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം കമ്പയർ ചെയ്യാട്ടോ. ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട ഏരിയകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? രചനകളിലെ ആശയങ്ങൾ അല്ലെ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ എടുത്തെഴുതണം. അതേപോലെ തന്നെ എന്താണ്, രചനാ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആശയത്തെ സമഗ്രമായി ഉൾക്കൊണ്ട് താരതമ്യം ചെയ്യണം. അതേപോലെ തന്നെ അനുയോജ്യമായ ഭാഷ, നമ്മുടെ മലയാളമാണ് അല്ലെ, നമ്മുടെ മാതൃഭാഷയാണ്. അത് നല്ല രസകരമായിട്ട് അതിന്റെ അതേ മേന്മയോടെ നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതിയിരിക്കണം. അതേപോലെ തന്നെ സവിശേഷ പദപ്രയോഗങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കണം. പിന്നെ എന്താണ്, സ്വന്തം നിരീക്ഷണങ്ങൾ, നിലപാടുകൾ, ഉദാഹരണങ്ങൾ എന്നിവ യുക്തിപൂർവം അവതരിപ്പിക്കുക. ഓക്കെ, എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ആ കമ്പാരിസണില്, ആ താരതമ്യത്തില് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങള് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ പറയാം. അതെല്ലാം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അത് കമ്പയർ ചെയ്തിട്ട് എഴുതുക. മാത്രമല്ല എന്താണ്, വാക്യഘടന, ചിഹ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന മലയാളം സെക്കൻഡിന് വേണ്ട എല്ലാ പോയിന്റ്സുമായി ആ പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ, ഈ പോയിന്റ്സ് എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. 5 ആക്ടിവിറ്റീസ് ആണ്, ആ 5 ആക്ടിവിറ്റീസിനും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം 5ാം ക്ലാസ്സിലെ മക്കൾക്ക് നമ്മുടെ മലയാളം സെക്കൻഡ് ഏറ്റവും ഈസി ആയിട്ട് തന്നെ അവർക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും ഇതുപോലത്തെ ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഇനിയുള്ള ക്ലാസ്സസിൽ കാണാം. ബൈ.